നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അച്ഛൻ അഴിമതിക്കാരനാണ്, ആഭാസനാണ്, നെറികെട്ടവനാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കിത് സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ അയാളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. സാഗറാണല്ലോ, ഇവനെന്താ ഈ നേരത്ത്? ഹലോ സാഗറേ. ഹലോ, എന്താ പ്രശ്നം? അതെ, ഞാൻ വീട്ടിലുള്ളപ്പോ എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഞാൻ പലതവണ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? വിളിക്കണമെന്ന് കരുതിയതല്ല. പിന്നെ? പക്ഷേ സാറിന്റെ മകൻ ജഗൻ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി തെമ്മാടിത്തരം കാണിക്കുമ്പോ ഫോൺ വിളിക്കാതെ പിന്നെ മറ്റെന്ത് മാർഗമുള്ളത്? അതോ അർദ്ധരാത്രി സമയത്ത്? എന്താണോ താൻ ഈ പറയുന്നത്? ജഗൻ അതിക്രമിച്ച് കയറി തെമ്മാടിത്തരം കാണിച്ചെന്നോ? ഒന്ന് തെളിച്ച് പറയടോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജഗൻ മാത്രമല്ല, ആ മാധവൻ നായരുടെ മോൾ തലതെറിച്ച പെണ്ണുണ്ടല്ലോ, വന്ദന, അവളും ജഗനോടൊപ്പം ഉണ്ടായിരുന്നു. ദിയമോൾ എവിടെയെന്ന് ചോദിച്ചോണ്ടാ വന്നത്. വാക്കേറ്റം നടക്കുന്നതിനിടയില് ജഗൻ എന്റെ ചെകിട്ടത്തൊന്ന് അടിച്ചു. തിരിച്ചു തല്ലാനോ അവനെ കീഴ്പ്പെടുത്താനോ കഴിയാഞ്ഞിട്ടല്ല, സാറിന്റെ മകനാണല്ലോ എന്നോർത്ത് ഞാൻ ക്ഷമിച്ചതാ. പാതിരാത്രി സമയത്ത് ജഗനോടൊപ്പം ആ വന്ദന എന്ന് പറയുന്നവള് എങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ജഗന്റെ ബലത്തിൽ അവൾ എന്റെ അമ്മയുടെ അടുത്തും തട്ടിക്കേറി. ഹലോ, കുറുപ്പ് സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ജഗൻ ഞങ്ങളുടെ കുടുംബകാര്യത്തില് അനാവശ്യമായിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് ഞാനും കുറുപ്പ് സാറും തമ്മിലുള്ള ഇടപാടുകളൊക്കെ ഞാൻ ഇവിടെ നിർത്തുകയാ. ആവശ്യമില്ലാതെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കുറുപ്പ് സാറിന് വേണ്ടിയാ. അതിന്റെ പേരിൽ ജഗന്റെ തല്ലുകൂടി ഞാൻ കൊള്ളണോ? അല്ല സാഗര, അത് ഞാൻ പറയാം. അത് ഹലോ ഹലോ ഹലോ, ഫോൺ വിളിച്ചേ? ചത്തു നിന്റെ അച്ഛൻ. എന്താ വേണമായിരുന്നു? എന്റെ 16 അടിയന്തരം എന്ന് നടത്തണമെന്ന് അയാൾ ചോദിച്ചത്. മര്യാദയ്ക്ക് അവിടെ എങ്ങാനും പോയിരിക്കണേ. ആരും അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ഈ മനുഷ്യൻ എന്താ ഭ്രാന്തായോ? ആരാ വിളിച്ചത്? എന്താ സംഭവം എന്നൊന്നും അറിയാനും പറ്റുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ പാതിരാത്രിയിൽ സാഗറിന്റെ വീട്ടിൽ പോയി എന്തിനാണ് ബഹളം ഉണ്ടാക്കിയത്? ചോദിച്ചു കേട്ടില്ലേ? എന്തിനാണ് നീ സാഗറിന്റെ വീട്ടിൽ പോയി അവനെ അവിടെ ഇട്ട് തല്ലിയതെന്ന്? അച്ഛൻ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. ഇങ്ങനെ തുള്ളി പറച്ചാലൊന്നും ശരിയാവില്ല. ഞാൻ കാര്യം പറയാം. മാധവനങ്ങളുടെ വീട്ടിലെ ദിയമോളെ കാണാനെന്ന് പറഞ്ഞപ്പോ കുട്ടി അന്വേഷിച്ച് ഞാനും പോയി. തിരയാനായിട്ട് ഒരിടവും ബാക്കിയില്ല. അവസാനം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വിക്രമാണെന്ന് വന്ദന സംശയം പറഞ്ഞു. അതനുസരിച്ച് വിക്രത്തിന്റെ എസ്റ്റേറ്റ് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ദിയമോളെ കിട്ടിയില്ല. പിന്നെ സാഗറിനെ രാഖിയാണ് സംശയം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സാറിന്റെ വീട്ടിലും പോയി.
അവിടുന്ന് സാഗർ തട്ടിക്കൊണ്ട് പോയ ദിയമോളെ കൈയോടെ പിടിക്കുകയും ചെയ്തു. അത് വലുതും സാഗർ ഫോണിൽ കൂടെ പറഞ്ഞോ? ഇല്ല, അത് പറഞ്ഞില്ല. ആ പിന്നെ ദിയമോളെ അന്വേഷിച്ചാണ് നിങ്ങൾ അവിടെ ചെന്നതെന്ന് പറഞ്ഞു. പക്ഷെ ദിയമോളെ തട്ടിക്കൊണ്ടുപോയ കാര്യമൊന്നും പറഞ്ഞില്ല. പറയില്ല. അയാൾ ഒരു തെറ്റും ചെയ്യാത്ത കേമനായി കുറ്റം മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. അതും വിശ്വസിച്ചോണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ കല്ല് തുള്ളിക്കൊണ്ട് വന്നത്. അച്ഛാ, കുട്ടിയെ കണ്ടു കിട്ടുന്നതിന് മുമ്പ് ഞാനും സാഗറും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. എന്നെ കൊല്ലൂന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. അതുപോട്ടെ, എന്റെ അച്ഛൻ അഴിമതിക്കാരനാണ്, ആഭാസനാണ്, നെറികെട്ടവനാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കിത് സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ അയാളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. സ്വന്തം അച്ഛനെ കുറിച്ച് അപവാദം പറയുന്നത് മോൻ കയ്യും കെട്ടി കേട്ടുകൊണ്ട് നിൽക്കണോ? ഞാൻ അയാളെ തല്ലിയത് തെറ്റാണോ അച്ഛാ? അല്ല അല്ല, അത് പിന്നെ അച്ഛനെ പറയുമ്പോ സ്വാഭാവികമായിട്ടും അച്ഛനെ ജീവനെ പോലെ സ്നേഹിക്കുന്നൊരു മകനെന്ന നിലയിൽ അച്ഛൻ എന്ത് ചെയ്യാ ആലോചിക്കുന്നേ? അതായത് മഴയത്ത് കാർ ആക്സിഡന്റ്. അല്ലല്ല, ഞാൻ പറയാം. അതായത് ഈ സാഗർ എന്ന് പറയുന്നവൻ മഹാത്തമ്മാടിയാണ്, ചെറ്റയാണ്, പരനാറിയാണ്. നമ്മളെ പല ഊരാക്കുടുക്കിലും പെടുത്താൻ അയാൾ വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ട് ഈ സാഗറിനോട് അധികം കളിയൊന്നും വേണ്ട. അതെ, നീ സാഗറിനോട് ചുമ്മാ ഒരു സോറി അങ്ങ് പറഞ്ഞു. സ്ത്രീകളെയും കുട്ടികളെയും മതി. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർ ആരായിരുന്നാലും പ്രതികരിക്കുമെന്നല്ലേ എന്റെ മോൻ പറയാൻ വന്നത്? അതെ, അതിന്റെ തിരിച്ചടി എത്ര ശക്തമായാലും ഞാനത് നേരിട്ടിരിക്കും. ഇത് ജഗന്റെ എത്തിക്സാ. അതെനിക്കറിയാം, അറിയാം. അത് ഏത് കൊലകൊമ്പനാണെങ്കിലും. അല്ല, അത്രയും വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും എന്റെ മോൻ അന്വേഷിക്കണ്ട, ഏറ്റെടുക്കാനും പോണ്ട. എന്താ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിലേക്ക് ഇനി ഞാൻ പറയുന്ന മാത്രം മോൻ അന്വേഷിച്ചാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.